മംഗളൂരു തിരുവനന്തപുരം മൂന്നാം പാത നിർമ്മാണത്തിനൊരുങ്ങി ദക്ഷിണ റെയിൽവേ. നിലവിലുള്ള പാതയ്ക്ക് സമാന്തരമായാണ് മൂന്നാം പാതയുടെ നിർമ്മാണം. ഡ്രീം ഫ്ലവർ IVF സെന്റർ ലോകോത്തര നിലവാരമുള്ള സാങ്കേതിക വിദ്യയിലൂടെ വിദഗ്ധമായ വന്ധ്യതാ ചികിത്സ നൽകിക്കൊണ്ട് കേരളത്തിലെ ഒരു മികച്ച IVF സെന്റർ ആയിരിക്കുകയാണ് ഡ്രീം ഫ്ലവർ IVF സെന്റർ. ബാങ്ക് റോഡ്, കാസർഗോഡ്. ഫോൺ 9950640647. മംഗളൂരുവിൽ നിന്നും തിരുവനന്തപുരം വരെ മൂന്നാം റെയിൽവേ പാത നിർമ്മിക്കാനൊരുങ്ങി ദക്ഷിണ റെയിൽവേ. ഇത് സംബന്ധിച്ച് ദക്ഷിണ റെയിൽവേ അഡീഷണൽ ജനറൽ മാനേജർ വിപിൻ കുമാറാണ് ഉറപ്പു നൽകിയത്. നിലവിലുള്ള പാതയ്ക്ക് സമാന്തരമായാണ് മൂന്നാം പാത നിർമ്മിക്കുകയെന്നും അദ്ദേഹം അറിയിച്ചു. ഇതിനുള്ള DPR അന്തിമഘട്ടത്തിലാണ്. വിശദ പദ്ധതി റിപ്പോർട്ട് പൂർത്തിയായാൽ നിർമ്മാണത്തിനായി തുക വകയിരുത്തും. പാത പൂർത്തിയായാൽ മംഗളൂരുവിൽ നിന്ന് ഷൊർണൂർ വരെ നാലാം പാതയും നിർമ്മിക്കുമെന്നും അധികൃതർ അറിയിച്ചു. കേരളത്തിൽ തീവണ്ടികളുടെ വേഗം കൂട്ടാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. മംഗളൂരു മുതൽ ഷൊർണൂർ വരെ 130 കിലോമീറ്റർ വേഗത്തിൽ തീവണ്ടി ഓടിക്കാനുള്ള പ്രവർത്തികളാണ് പുരോഗമിക്കുന്നത്. ഷൊർണൂർ മുതൽ എറണാകുളം വരെ നിലവിൽ 89 കിലോമീറ്റർ വേഗത്തിലാണ് സർവീസ് നടത്തുന്നത്. അതേസമയം എറണാകുളത്ത് നിന്ന് കോട്ടയം വഴി തിരുവനന്തപുരത്തേക്ക് മണിക്കൂറിൽ 130 കിലോമീറ്റർ വേഗത്തിൽ തീവണ്ടി ഓടിക്കാനുള്ള പ്രാരംഭ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. വേഗം കൂട്ടാനുള്ള ജോലികൾ 2026 പൂർത്തിയാക്കുമെന്നാണ് നേരത്തെ റെയിൽവേ അറിയിച്ചിരുന്നത്. എന്നാൽ ഇനിയും 2 വർഷമെങ്കിലും വേണ്ടിവരുമെന്നാണ് ദക്ഷിണ റെയിൽവേ അധികൃതർ വ്യക്തമാക്കുന്നത്. കേരളത്തിൽ നടന്നുവരുന്നത് 18,044 കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണെന്ന് ദക്ഷിണ റെയിൽവേ അറിയിച്ചു. മുൻ വർഷങ്ങളിൽ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികളുടെ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത്. പഴയ മേൽപ്പാളങ്ങൾ മാറ്റി പുതിയവ സ്ഥാപിക്കൽ, സുരക്ഷ ഉറപ്പാക്കാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, റെയിൽവേ സ്റ്റേഷന്റെ ആധുനികവൽക്കരണം തുടങ്ങിയവയും ഇതിൽ ഉൾപ്പെടും. 3 വീതം വന്ദേ ഭാരത്, അമൃത ഭാരത് എക്സ്പ്രസ് തീവണ്ടികൾ കേരളത്തിൽ സർവീസ് നടത്തിവരുന്നുണ്ട്. 125 കിലോമീറ്ററിൽ പുതിയ ട്രാക്കുകൾ നിർമ്മിച്ച് വൈദ്യുതീകരണം 100% പൂർത്തിയായി. കാസർഗോഡ് ഷൊർണൂർ പാത 4 വരിയാകുന്നതിന്റെ വിശദ പദ്ധതി രേഖയായതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.